ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം റിലീസിൻ്റെ സമയമല്ലേ. അപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് റിലീസ് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട്. ഏത് ഫ്രണ്ട്സാണ്? മലയാള ഫ്രണ്ട്സ് അല്ല, തമിഴ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനെ പറ്റിയാണ്. അതായത് മലയാളം ഫ്രണ്ട്സും തമിഴ് ഫ്രണ്ട്സും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണ് ഈ ഒരു വീഡിയോയിലൂടെ. എന്നിട്ട് ഈ ഫ്രണ്ട്സ് റീമേക്ക് ചെയ്യണോ വേണ്ടയോ ഒന്ന് ഈ കാണുന്നവർ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമായിരിക്കും. ഞാൻ ഈ രണ്ട് ഫ്രണ്ട്സും കണ്ടതാണ്. അപ്പം രണ്ട് സിനിമയെ പറ്റിയും എനിക്ക് തോന്നിയത് ഞാൻ പറയും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ അവസാനം വരുന്ന കാണണം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം തന്നെ മലയാളം ഫ്രണ്ട്സിലോട്ട് പോകാം. സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് ഡയറക്ഷൻ ചെയ്ത പടമാണ്. 1999 ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് വെച്ചാൽ ആ സമയത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. 99 ആ വർഷത്തിലെ ഉസ്താദ്, ലാലേട്ടൻ്റെ ഉസ്താദിനെ മറികടന്നാണ് ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി ഫ്രണ്ട്സും മാറിയത്. അതിനകത്തെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന ജയറാം, മുകേഷ്, ശ്രീനിവാസൻ. ഇതിനകത്ത് ഈ ജയറാം മുകേഷൊക്കെ ആ സമയത്തൊക്കെ ഉള്ള ഒരു പെയറിംഗ് ആണ്. അപ്പോൾ അവർ തമ്മിൽ വേറെയും പടത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഹിറ്റ് കൊടുത്തത് ഈ ഒരു ഫ്രണ്ട്സിനകത്തോടാണ് ഏറ്റവും വലിയ ഹിറ്റ് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് മറ്റു ആക്ട്രസ്മാരും എല്ലാം ഉണ്ട്. ജഗതി, പിന്നെ ബാക്കിയുള്ള മീന, അങ്ങനെയൊക്കെയുള്ള കുറേ പേര് നല്ല രീതിയിൽ ചെയ്തൊരു പടമാണ്. പിന്നെ കോമഡിക്ക് ഏറ്റവും നല്ല പ്രാധാന്യത്തിൽ കൂടെ വരികയും ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ അതൊരു സീരീസ് ആയിട്ട് മാറിപ്പോവുകയും ചെയ്യും. ഒരു കോമഡി ആയിട്ട് വന്നത് ഒരു സീരീസ് ആയിട്ട് മാറുകയും പിന്നെ ജീവിതത്തിൽ നടക്കുന്നൊരു കഥയാണ് ഫ്രണ്ട്സിൽ കൂടെ പറയുന്നത്. ഈ ജയറാം എന്ന് പറയുന്ന ഒരു ആക്ടറെ എന്നുവെച്ചാൽ ആ ഒരു സമയത്ത് 99 എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമ ഓടണമെങ്കിൽ മലയാള സിനിമയ്ക്ക് അന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ തന്നിട്ടുള്ളതാണ് ജയറാം ഇപ്പോഴാണ് എല്ലാവരും എടുത്തിട്ട് ട്രോളാവുന്നത്. ആ സമയത്തൊക്കെ പുള്ളി ചെയ്യുന്ന റോള് എല്ലാവർക്കും കാണാൻ പറ്റിയ റോളുകളാണ് എല്ലാവർക്കും. പിന്നെ കുറച്ച് ഡൗൺ ആയി പോയെന്ന് പറഞ്ഞാൽ 2001 ശേഷം പുള്ളി കുറച്ച് സിനിമകൾ, അവാർഡ് പടങ്ങൾ, അത് കമലുമായിട്ടൊക്കെ ചേർന്നാണ് പുള്ളിയുടെ ഒരു കരിയർ കൊണ്ടുപോയി നശിപ്പിച്ചത്. അപ്പോൾ ഫ്രണ്ട്സിനെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പുള്ളി ചെയ്ത കോമഡി, ശ്രീനിവാസൻ ചെയ്ത കോമഡി, ജഗതി ചെയ്ത എല്ലാവരും മത്സരിച്ച് അഭിനയിച്ച് നല്ല രീതിയിൽ ചെയ്ത ഒരു പെർഫോമൻസ് ആണ് ഫ്രണ്ട്സ് എന്നുള്ളത്. ആ ഫ്രണ്ട്സ് ഇതിൻ്റെ ഹിറ്റായതിനു ശേഷം അടുത്ത 2 വർഷം കഴിഞ്ഞ് തമിഴ് റീമേക്ക് ചെയ്തു. തമിഴിലും ഡയറക്ടർ സിദ്ദിഖ് തന്നെയാണ്. ഈ സിദ്ദിഖ് തമിഴ് ചെയ്ത ഫ്രണ്ട്സിൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പം അതിനകത്ത് ജയറാം ചെയ്ത ക്യാരക്ടർ ഇപ്പോഴത്തെ എന്നുവെച്ചാൽ ഈ തളപതി വിജയ് അന്ന് സൂപ്പർ സ്റ്റാർ അല്ല, സൂര്യയും സൂപ്പർ സ്റ്റാർ അല്ല, വിജയും സൂപ്പർ സ്റ്റാർ അല്ല, സ്റ്റാർ ആവുന്നതിന് മുമ്പേ ഉള്ള ഒരു സമയം. അപ്പം ജയറാമിൻ്റെ റോള് വിജയ് ചെയ്യുന്നു, മുകേഷിൻ്റെ റോള് സൂര്യ ചെയ്യുന്നു, ബാക്കി ഒരു തമിഴ് ആക്ടർ ശ്രീനിവാസൻ്റെ റോൾ ചെയ്യുന്നത്. അപ്പം ജഗതിയുടെ റോള് വടിവേല് ചെയ്യുന്നു, പിന്നെ മീനയുടെ റോള് ദേവയാനി, അങ്ങനെ കുറേ പേര് അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഉള്ളത് പറയുവാണെങ്കിൽ മലയാളത്തിൽ എടുത്തു വെച്ച ആ ഒരു സിനിമ ഫ്രണ്ട്സിൻ്റെ 7 അയിലത്തെത്താൻ തമിഴിലെ ഫ്രണ്ട്സിന് കഴിഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പം റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സത്യം പറഞ്ഞാൽ വിജയെ ട്രോളാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു കാര്യം തന്നെ അതിനകത്ത്. കാരണം വിജയ് തല കൂത്തി നിന്നിട്ട് പോലും ജയറാമിൻ്റെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യാനോ ജയറാമിൻ്റെ ആ റോളിലോട്ട് എത്താനോ വിജയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സൂര്യ പിന്നെയും ആ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സൂര്യ അന്ന് കൂടുതൽ സിനിമയ്ക്കകത്തൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട്സിന് ശേഷമാണ് പുള്ളിക്ക് കുറച്ച് അധികം സിനിമ വരുന്നതും. 2005 നല്ലൊരു ലെവലിലായതും 2005 തൊട്ടാണ്. അപ്പം ആ സമയത്ത് വിജയുടെ പ്രതിഫലത്തിൻ്റെ 4-1 പോലും സൂര്യക്ക് അന്ന് കിട്ടിയിട്ടില്ല. അന്നത് വാർത്തയായിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് സ്റ്റോറി കമ്പയർ ചെയ്യുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നും കുറേ മാറ്റം വരുത്തിയാണ് തമിഴിൽ അത് റിലീസാക്കിയിരിക്കുന്നത്. അപ്പം തമിഴിൽ നിങ്ങളത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അതിനകത്തെ ക്യാരക്ടർ ഒത്തിരി മാറ്റമുണ്ട്, സ്റ്റോറിയിൽ അത്യാവശ്യം കുറച്ച് മാറ്റമുണ്ട്. പക്ഷേ എങ്കിലും എല്ലാം ഹരിച്ച് എല്ലാം കിഴിച്ച് നോക്കിയാലും ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത് മലയാളം ഫ്രണ്ട്സ് തന്നെയാണ്. അതിനപ്പുറം പിന്നെ ഈ ജഗതിയുടെ കോമഡി, വടിവേലുവിൻ്റെ ജഗതി ചെയ്തു വെച്ചേക്കുന്ന ആ ക്യാരക്ടർ പിടിക്കാനും വടിവേലുവിന് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ മലയാളത്തിലൊക്കെ ഉള്ള ആളുകൾ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു ലെവലിൽ തമിഴ് ആൾക്കാർ എത്തിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ വിജയ് ട്രോളുന്ന ഒരു പടം കൂടിയാണ് തമിഴ് ഫ്രണ്ട്സ്. അതിൻ്റെ ക്ലൈമാക്സ് സീൻ തന്നെയാണ് അത് കാരണം. ഇപ്പം ഇതിൻ്റെ ഡയറക്ടർ സിദ്ദിഖ് തന്നെയാണ് തമിഴിലും ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പം ഈ സിദ്ദിഖ് ഇപ്പം ജീവനോടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുള്ളിയെ പറ്റി ഒന്നും പറയുന്നില്ല.
പുള്ളി അത്രയ്ക്ക് വൃത്തികേടായിട്ടാണ് തമിഴ് ഫ്രണ്ട്സ് എടുത്തു വെച്ചേക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ആ ആക്ടർമാരുടെ അടുത്ത് ജയറാമിൻ്റെ മലയാളം ചെയ്ത ഒരാക്ടറുടെയും അടുത്ത് ഈ എന്ന് വെച്ചാൽ സൂര്യയുടെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ബോറായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്, വടിവേലു അടക്കം. അപ്പം അതിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ കണ്ടു നോക്കണം. ചിരിച്ച് എന്നുവെച്ചാൽ ഞാനിത് കാണുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് 7ാം ക്ലാസ്സിലോ 8ിലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് സൂര്യക്കകത്തോ സൺ ടി വിയിലോ അങ്ങാണ്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു ആ പടം. അതിനകത്ത് കുറേ മാറ്റം വരുത്തിയാണ് വന്നിട്ടുള്ളത്. അപ്പം സത്യം പറഞ്ഞാൽ ചിരിച്ച് മറിഞ്ഞ ഒരു ക്ലൈമാക്സ് ആണ് ഫ്രണ്ട്സ്, തമിഴ് ഫ്രണ്ട്സിൻ്റെ ക്ലൈമാക്സ്. അത് വിജയ് ഇപ്പം പറയുവാണെങ്കിൽ മലയാളത്തിലെ ഫ്രണ്ട്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ജയറാം ആ കോമയിൽ ഇരിക്കുന്ന ഒരു സീനുണ്ടല്ലോ, കോമയിൽ ഇരുന്നിട്ട് മറ്റേ ഇമോഷൻ അവരെല്ലാം കൂടെ ഇരുന്ന് കരയുമ്പോൾ ഒരു ഇമോഷൻ കരഞ്ഞ് പുള്ളിയുടെ കണ്ണ് നിറഞ്ഞ് വെള്ളം വീഴുമ്പോഴാണ് കോമയിൽ നിന്ന് ഉണരുന്നതായിട്ട് മലയാളത്തിൽ കാണിച്ചേക്കുന്നത്. ആ ഒരു പടം നല്ല ഇമോഷനിലാണ് അത് എടുത്തു വെച്ചേക്കുന്നത് മലയാളത്തിൽ. തമിഴിലോട്ട് വരുമ്പം അത് കാണിച്ചു വെച്ചേക്കുന്ന പക്കാ കോമഡി. അതായത് വിജയ് കോമയിൽ ഇരിക്കുന്ന തന്നെ കാണുമ്പം ചിരിയാണ് വരുന്നത്. കാരണം അതിൻ്റെ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചിമ്പാൻസിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുമല്ല, വിജയ് എണ്ണം കോമയിൽ ഇരിക്കുന്നതായിട്ട് അഭിനയിക്കുമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ഹേറ്റേഴ്സ് എടുത്തിട്ട് ട്രോളുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കാര്യമുണ്ട്, ജയറാമിൻ്റെ ക്യാരക്ടർ പിടിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അതിനി പറ്റത്തുമില്ല. പുള്ളി ഇപ്പം ജയറാമിനെ എല്ലാവരും എടുത്തിട്ട് ഇപ്പം ട്രോളുന്നുണ്ടെങ്കിലും ആ സമയത്ത് മലയാളം സിനിമ ഭരിച്ചിരുന്നത് ലാലേട്ടനും മമ്മൂക്കയ്ക്ക് ഒപ്പം തന്നെ എൻ്റെ ഫാമിലി പ്രഷർ കൊണ്ട് ഭരിച്ചിരുന്നത് ജയറാം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ രണ്ട് ഫ്രണ്ട്സും കണ്ടു നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ഇടുക. അപ്പം ക്ലൈമാക്സ് കാണിച്ചു വെച്ചേക്കുന്ന ഒരു ഫൈറ്റാണ്. അതായത് കോമയിലിരിക്കുന്ന അരവിന്ദൻ, ഇതിനകത്ത് വിജയുടെ പേരാണേ, വിജയുടെ പേരും അരവിന്ദൻ, മറ്റേതിനകത്ത് പേരും അരവിന്ദൻ. അപ്പം കോമയിലിരിക്കുന്ന അരവിന്ദൻ എഴുന്നേറ്റ് വന്നൊരു ഫൈറ്റ് ഉണ്ട്. അതായത് കോമയിലിരിക്കുന്ന എത്രയോ വർഷം കൊണ്ട് കോമയിലിരിക്കുക, അത് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല, പുള്ളി താഴെ എഴുന്നേറ്റ് വന്ന് ഫൈറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും സീരിയസ് ആയിട്ട് ചെയ്യുന്നതാണ്, പക്ഷേ നമുക്കത് കോമഡി ആയിട്ട് തോന്നും. അത്രയ്ക്കും വൃത്തികേടായിട്ടാണ് ഈ ഒരു സിദ്ദിഖ് ഈ ഒരു പടം ഡയറക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതിപ്പം റിലീസ് പറഞ്ഞപ്പം അതിലും വലിയ കോമഡി ആയിപ്പോയി. ഈ പടം വിജയുടെ ഇപ്പോൾ അടുത്തിറങ്ങിയ പടം ഖുഷിയൊക്കെ ആ സമയത്തൊക്കെ ഹിറ്റായിരുന്നു, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ സിനിമയായിരുന്നു. പക്ഷേ അത് റിലീസ് ചെയ്തിട്ട് ആരെങ്കിലും കാണാൻ പോയോ? ഈ പടം അതൊക്കെ തന്നെ, ആരും കാണാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിജയ് ട്രോളാനെനിക്ക് കിട്ടില്ല പടമാണ്. കാരണം ക്ലൈമാക്സ് മാത്രമല്ല, അതിനകത്ത് കോമഡിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ 7 അയലത്ത് പോലും വരാത്ത ഒരു കോമഡിയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പം ഇതേപോലത്തെ പാട്ടപ്പടങ്ങൾ, അതായത് ഈ ഫ്രണ്ട്സ് പോലത്തെ പാട്ട് അവിടെ ഹിറ്റായിരിക്കും, തമിഴ്നാട്ടിൽ അത് ഹിറ്റായിരിക്കാം. പക്ഷേ ഇതുപോലത്തെ പാട്ടപ്പടങ്ങൾ എടുത്ത് റിലീസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് വേറെ എത്രയോ പടങ്ങൾ വിജയുടെ കിടപ്പുണ്ട്, അതൊക്കെ എടുത്ത് ചെയ്തുകൂടെ? കാരണം ഷാജഹാനൊക്കെ എടുത്ത് ചെയ്തു നോക്കും. എനിക്ക് റിപ്പീറ്റായിട്ട് കാണാൻ തോന്നിയത് റീറിലീസായിട്ട് വിജയുടെ കാണാൻ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷാജഹാനേ ഉള്ളൂ. ബാക്കിയെല്ലാം പുള്ളിയുടെ ഒരേ പാറ്റേൺ പരിപാടിയാണല്ലോ. അതിപ്പം ഒരു സിനിമ കണ്ടാലും 100 സിനിമ കാണുന്ന പോലെ തന്നെ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ, ഒരു സിനിമ കണ്ടാലും 10 സിനിമ കണ്ടാലും 10 സിനിമ ഇറങ്ങിയാലും പുള്ളിയുടെ സ്റ്റൈൽ അതൊക്കെ തന്നെ. അതുകൊണ്ട് ഒരു ഷാജഹാനൊക്കെ എടുത്തിട്ട് റിലീസ് ചെയ്ത് കൊടുത്താൽ പിന്നെയും കുഴപ്പമില്ല. ഇതൊക്കെ ആര് പോയി കാണാനാണ്? അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. തമിഴ് ഫ്രണ്ട്സ് റിലീസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചെയ്തു പോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.